ഹലോ മക്കളെ, എല്ലാവർക്കും സൈല ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത് അല്ലെ. അപ്പൊ എല്ലാ പാഠഭാഗങ്ങളും എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായി സൂപ്പറായി നമുക്ക് പഠിക്കണം. കുറേ വീഡിയോസ് ടീച്ചർ ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഒരു പാഠഭാഗം കഥാഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ നിങ്ങൾ വായിച്ചോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പൊതുവേ വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ അല്ലെ. നിങ്ങളുടെ കമന്റ് കേൾക്കുമ്പോ ഒക്കെ വായിക്കുമ്പോ ഒക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വായന എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയായി കാണുന്നവരാണ് ഭൂരിഭാഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ വായിക്കണം. നമുക്ക് ആകെ 7 പാഠഭാഗങ്ങളേ ഉള്ളൂ. അത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പൊ കടൽ തീരത്ത് എന്ന് പറയുന്നത് ഒരു മനോഹരമായ കഥയാണ് അല്ലെ. അപ്പൊ എന്താണ് കഥ, എന്താ ഇതിൽ പറയുന്നത്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരുപാട് സമയമൊക്കെ മലയാളം കേട്ടിരിക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ടീച്ചർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അല്ലെ, പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞുതരാനാണ് ടീച്ചർ വന്നത് കേട്ടോ. അതിന് മുമ്പ് ഒരു സന്തോഷമുള്ള കാര്യം, നമ്മളുടെ ഒരു വീഡിയോ അല്ലെ, നമ്മളെ 10th CBSE ചാനലിലുള്ള മലയാളത്തിന്റെ ഒരു വീഡിയോ, അത്രയും റീച്ച് ആയ ഒരു വീഡിയോ ആയിരുന്നു. ഏതാണ്, യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന വീഡിയോ. ടീച്ചർക്ക് ഭയങ്കര സന്തോഷം തോന്നി, അതിൽ മക്കൾക്ക് വളരെ ഉപകാരപ്പെട്ടു. എന്റെ കമന്റുകളൊക്കെ വായിച്ച സമയത്ത് അപ്പൊ ഒരുപാട് സ്നേഹം കേട്ടോ, അത് ആദ്യം തന്നെ ടീച്ചർ പറയണല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അതേപോലെ ഈ വീഡിയോസും മക്കൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കാരണം ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. കാരണം മറ്റ് സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഭയങ്കര അല്ലെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും നമ്മൾ. പക്ഷെ മലയാളത്തിനോട് പൊതുവേ CBSE, കാരണം മക്കളെ കുറ്റമല്ല ഒരിക്കലും. കാരണം നമ്മൾ ബാക്കി എല്ലാ വിഷയവും പഠിക്കുന്ന ഏതിലാണ്, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അല്ലെ, മാധ്യമത്തിലാണ് പഠിക്കുന്നത്. മലയാളം മാത്രമേ ഉള്ളൂ ആകെ മലയാളത്തിൽ എഴുതാനും വായിക്കാനും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് അല്ലെ ചിലർക്കെങ്കിലും ഫീൽ ചെയ്തേക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി വേണ്ട. ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഓൾറെഡി നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയാണ്. ആരാ എഴുതിയെന്ന് അറിയാമോ? കടൽ തീരത്ത് എന്ന് പറയുന്നത് OV വിജയൻ എന്ന് പറയുന്ന ഒട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. മലയാള സാഹിത്യത്തിലെ അല്ലെ, ആധുനിക മലയാള സാഹിത്യത്തിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന അല്ലെ, ഒരുപാട് സാഹിത്യ സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ആര്? OV വിജയൻ കേട്ടോ. ആധുനിക മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയിരിക്കുന്ന സാഹിത്യകാരൻ നമുക്ക് പറയാം. അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, ചിത്രകാരനാണ്, കഥാകൃത്ത്, നോവലിസ്റ്റ് അല്ലെ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ തന്റെ പ്രതിഭ തെളിയിച്ചിരുന്ന ഒരു മഹാവ്യക്തി അല്ലെ, പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളായിരുന്നു ആര്? OV വിജയൻ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് കൃതികളുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം അല്ലെ, മധുരം കായലി, പ്രവാചകന്റെ വഴി, തലമുറകള് അല്ലെ, അതേപോലെ എന്താണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നതാണ് അത്ര പ്രധാനപ്പെട്ട ഒരു നോവലാണ് കേട്ടോ. അത്രയും ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന OV വിജയന്റെ നോവൽ. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ അല്ലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ശ്രദ്ധേയമായ ചെറുകഥകളിൽ ഒന്ന് തന്നെയാണ് ഏതും നമ്മളുടെ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥാഭാഗം. അപ്പൊ എന്താണ് ഈ കഥ, എന്തുകൊണ്ടാണ് ഈ കഥ എഴുതിയത് അല്ലെ, അതിന്റെ ചരിത്രം എന്താണെന്നൊക്കെ ആലോചിക്കുമ്പോ ഒരു ദിവസം അല്ലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആര്? OV വിജയൻ അല്ലെ. അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരു വാർത്ത വരികയാണെടാ. ഏതാണ് വാർത്ത? ആഫ്രിക്കയിൽ വെച്ച് കയ്യിൽ മയക്കുമരുന്നുമായിട്ട് 2 യുവാക്കളെ അല്ലെ, ഒരു യുവാവിനെ കണ്ടെത്തുകയാണ് കേട്ടോ. അപ്പൊ യുവാവിനെ കണ്ടെത്തി. അപ്പൊ ആ യുവാവിനെ എന്ത് ചെയ്യാണ്, വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് മക്കൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ കേരളത്തിൽ നിന്ന് പല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും പുറം രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു, ജോലിക്ക് വേണ്ടി പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം തൊഴിൽ ഇവിടെ വളരെ കുറവായതുകൊണ്ട് തൊഴിൽ അന്വേഷിച്ച ആളുകൾ പോകുന്നു. അപ്പൊ പാവപ്പെട്ട വീട്ടിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ പലപ്പോഴും പൈസയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുടെ ഇടയിൽ മയക്കുമരുന്ന് പാവം അല്ലെ, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, ആരും അന്വേഷിക്കില്ല. അപ്പൊ അങ്ങനെ അപകടത്തിൽപ്പെട്ടു പോകുന്ന നിസ്സഹായരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അല്ലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വാർത്ത കേട്ട സമയത്ത് OV വിജയന് അല്ലെ മനസ്സിൽ അതൊരു നിരപരാധിയാണെങ്കിലോ എന്ന് പറയുന്ന ഒരു വാർത്ത അല്ലെ, അദ്ദേഹത്തെ ഒരു സങ്കടം, ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരികയും ഈ ഒരു വാർത്തയാണ് അദ്ദേഹത്തിനെ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കടൽ തീരത്ത് എന്ന് പറയുന്ന ഇത്രയും പ്രധാനപ്പെട്ട അല്ലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥ ഉടലെടുത്തിട്ടുള്ളത്. അപ്പൊ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ, അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥകളിൽ ഒന്നാണ് ഇത്
കടൽ തീരത്ത് എന്ന് പറയുന്ന കഥാഭാഗം കേട്ടോ. അപ്പൊ അതില് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട മകനെ അല്ലെ, അതിലൊരു അച്ഛന്റെയും മകന്റെയും എന്താ പറയാ അവസ്ഥകളിലൂടെ അല്ലെ, മാനസികമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ കഥ സഞ്ചരിക്കുന്നത്. അതിൽ മകനെ എന്ത് ചെയ്താണ് പോവാണ്, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ വെള്ളായിയപ്പൻ എന്ന് പറയുന്ന അച്ഛൻ ആരെ കാണാൻ വേണ്ടി പോവാണ്, ആദ്യമായി ട്രെയിൻ കയറി അല്ലെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മകനെ കാണാൻ വേണ്ടി അല്ലെ, മകന്റെ ജീവനറ്റ ആ ശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു യാത്രയാണ് കഥയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വെള്ളായിയപ്പനും അല്ലെ, വെള്ളായിയപ്പനൊപ്പം എന്താണ് പാഴുതറ എന്ന് പറയുന്ന ഒരു ഗ്രാമം അല്ലെ, പാഴുതറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ആര് ജനിച്ച് ജീവിച്ചത്, നമ്മളുടെ കഥാപാത്രം അല്ലെ വെള്ളായിയപ്പൻ. അപ്പൊ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകളുടെ മുഴുവൻ വേദനയുമായിട്ടാണ് ആര് സഞ്ചരിക്കുന്നത്, വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോകുന്നത്. അങ്ങനെ മകന് വേണ്ടി കൊടുത്തയച്ച അമ്മ കൊടുത്തയക്കുന്ന ചോറുണ്ട് അല്ലെ, പൊതിച്ചോറുണ്ട് അല്ലെ, പാഥേയം അല്ലെ, ആ ചോറ് കണ്ണീർ നനവ് പകർന്നിട്ടുള്ള ആ ചോറ് അല്ലെ, ആ പൊതിച്ചോറും ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ അല്ലെ ധ്വനിസാന്ദ്രമായി കടന്നു പോകുന്ന ഒരു കഥയാണിത്, നമ്മളുടെ ഏത് കഥ, കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ കേട്ടോ. വാക്കുകൾക്കും വാക്യങ്ങൾക്കും ഇടയിൽ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു മൗനം കഥയുടെ അല്ലെ, കഥയിലെ മൗനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. പിന്നെ മകനെ അല്ലെ കാണുന്ന വെള്ളായിയപ്പൻ കഥയിലെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അവർ പരസ്പരം ഒന്നും പറയുന്നില്ല, ഉൾവിളികൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് അല്ലെ. പിന്നെന്താണ്, വെള്ളായിയപ്പൻ എന്ത് ചെയ്യുന്നു, വധശിക്ഷയ്ക്ക് അല്ലെ, മകന്റെ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എന്നുവെച്ചാൽ സന്തോഷത്തോടു കൂടിയല്ല, കാത്തിരിക്കേണ്ടി വരുന്ന ഒരു അച്ഛന്റെ അല്ലെ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിന് കയ്യിൽ വാങ്ങാൻ കാത്തിരിക്കുന്നത് പോലെ മകന്റെ ജീവനറ്റ ശരീരം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛന്റെ അവസ്ഥ അല്ലെ, ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. അപ്പൊ ഈ കഥയിലെ ഭാഷയിലൂടെ ഒ.വി. വിജയൻ എന്ത് ചെയ്യാണ്, അതൊക്കെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്, നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ കേട്ടോ. അദ്ദേഹം പറയുന്ന വാക്യങ്ങളിലൂടെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു മായികമായിട്ടുള്ള സാഹിത്യ അല്ലെ ത്തിലൂടെ എന്ത് ചെയ്യണു, നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും അല്ലെ. വെള്ളായിയപ്പൻ അനുഭവിക്കുന്ന ആ ദുഃഖവും അല്ലെ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അല്ലെ വിങ്ങലുകളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് തന്നെ അല്ലെ ഹൃദയത്തിൽ ഇങ്ങനെ തൊട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഒരു പേറ്റിച്ചയെ പോലെ, അതായത് പ്രസവിച്ച് പണ്ടൊക്കെ വീടുകളിൽ നിന്നാണ് അല്ലെ, അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നല്ല, അപ്പൊ ആ പ്രസവം എടുക്കുന്ന സ്ത്രീകളെയാണ് പേറ്റിച്ചി എന്ന് പറയും. അപ്പൊ ഒരു പേറ്റിച്ചയെ പോലെ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ എടുക്കുന്നത് പോലെ അല്ലെ, തന്റെ മകന്റെ ജീവനറ്റ ശരീരം ഏറ്റുവാങ്ങുന്ന വെള്ളായിയപ്പൻ അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ശരീരം ആർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, ജയിൽ അധികൃതർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം ശവസംസ്കാരത്തിനോ കർമ്മം ചെയ്യാനോ ഒന്നുള്ള പൈസ ആരെ കയ്യിലില്ല, വെള്ളായിയപ്പന്റെ കയ്യിലില്ല അല്ലെ. അങ്ങനെ ഒടുവില് വെള്ളായിയപ്പൻ ആദ്യമായി കടല് കാണുകയാണ്. എന്തിനാണ് കടല് കാണാൻ പോകുന്നത്, മകനെ അവിടെയാണ് അല്ലെ, ആരൊക്കെയോ ദഹിപ്പിക്കുന്ന കൂട്ടത്തില് മകനെയും അല്ലെ കടപ്പുറത്ത് ദഹിപ്പിക്കുകയാണ് അല്ലെ. ഒരു പൊട്ടിക്കരച്ചിലോ തേങ്ങലോ ഒന്നുമില്ലാതെ ഒരു ദേഹം കൂടെ മണ്ണിലലിയുന്നു അല്ലെ. യാത്രയിൽ കഴിക്കാൻ ഭാര്യ കൊടുത്തയച്ച പൊതിച്ചോറ് എന്ത് ചെയ്യാണ്, മകന്റെ ബലിച്ചോറായിട്ട് ആര് നൽകുകയാണ്, വെള്ളായിയപ്പൻ നൽകുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വളരെ ധ്വനിസാന്ദ്രമായി ഭാവാർദ്രമായി കടന്നു പോകുന്ന ഒരു കഥയാണ് ഏത് കഥ, കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ കേട്ടോ. അപ്പൊ അത് ഭയങ്കര, നമുക്കത് വായിക്കുമ്പോഴേ ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കഥയാണ്. അപ്പൊ അതിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആരൊക്കെയാണ്, വെള്ളായിയപ്പനുണ്ട്, മരക്കാരുണ്ട്, നീലിമണ്ണാത്തിയുണ്ട്, കണ്ടുണ്ണിയുണ്ട്. കണ്ടുണ്ണിയാണ് മകൻ, ടീച്ചർ പറഞ്ഞിരുന്നോ, വെള്ളായിയപ്പന്റെ മകനാണ് കേട്ടോ കണ്ടുണ്ണി എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ പാഴുതറ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേര് കൂടെ മക്കള് ഓർക്കണം കേട്ടോ. കാരണം ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ എന്താണ്, കണ്ടുണ്ണിക്ക് വേണ്ടി അല്ലെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോ ശവസംസ്കാരത്തിന് പോലും എന്താണ് പൈസ ഇല്ലാത്ത ഒരാളാണ് വെള്ളായിയപ്പൻ അല്ലെ. അപ്പൊ എന്തോ കുറ്റം അല്ലെ, നിരപരാധിയായിട്ടുള്ള കണ്ടുണ്ണിയുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്നും അല്ലെ, നിരപരാധിയായിട്ടുള്ള കണ്ടുണ്ണിയാണ് ഏറ്റപ്പെടാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു അല്ലെ ഐഡിയ വായനക്കാരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ക്രൂരനോ അല്ലെങ്കിൽ ഒരു കൊലയാളിയോ അങ്ങനെ വലിയ ക്രൂരതയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ആ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ ആർക്ക് വേണ്ടി കരയില്ല, കണ്ടുണ്ണിക്ക് വേണ്ടി കരയില്ല അല്ലെ. നിങ്ങളുടെ കഥയിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് തുടക്കത്തില്, ടിക്കറ്റ് എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പാഴുതറ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ ആരുടെ കൂടെ പോകുമായിരുന്നു, വെള്ളായിയപ്പന്റെ കൂടെ സെൻട്രൽ ജയിലിലേക്ക് പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നിരപരാധിയായിട്ടുള്ള ഒരു കണ്ടുണ്ണി അവിടെ മരണപ്പെടുകയാണ്. ആരും ചോദിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, മരണപ്പെട്ടു പോകുന്നതാണ് കഥയില് അല്ലെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് പ്രധാനപ്പെട്ട അല്ലെ കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് അല്ലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള, കഥ മനസ്സിലാവാനും ഈ ചോദ്യങ്ങളിലൂടെ കഥയെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കണേ.
വെള്ളായപ്പൻ യാത്ര പുറപ്പെട്ടപ്പോ വീട്ടിൽ നിന്നും നിലവിളി ഉയർന്നു. നിലവിളിക്ക് പ്രേരകമായത് എന്ത് എന്ന് വിലയിരുത്തുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നിങ്ങൾ പറയുന്നുണ്ടാവും അപ്പൊ അല്ലെ, എന്താണ് ആ നിലവിളിക്ക് കാരണമാവുന്നത് അല്ലെ? കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയില് കണ്ടുണ്ണിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഒന്നാണിത് അല്ലെ. അപ്പൊ എന്തിനാണ് തൂക്കിലേറ്റപ്പെട്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കാം കാരണം, അയാൾ ചെയ്ത കുറ്റം എന്താണ് എന്നൊന്നും ഒരിടത്തും പറയുന്നില്ല. പക്ഷെ അത് പറയാതെ തന്നെ എന്ത് ചെയ്യണു, കണ്ടുണ്ണി നിരപരാധിയാണ് എന്നുള്ളത് വളരെ അല്ലെ ഒരു എഴുത്തുകാരന്റെ ഒരു മാന്ത്രികതയാണത് അല്ലെ. കാര്യം നേരിട്ട് പറയാതെ എന്ത് ചെയ്യുന്നു, പല സിറ്റുവേഷനിലൂടെ അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ മകനെ കാണാൻ ജയിലിലേക്ക് യാത്രയാവുന്ന ഒരു അച്ഛനാണ് കഥയിലെ കേന്ദ്രബിന്ദു അല്ലെ. ആരാണത്? വെള്ളായപ്പനാണ്. അപ്പൊ ആ കഥയുടെ ആദ്യ ഭാഗത്ത് എവിടെയും കണ്ടുണ്ണിയുടെ മരണസൂചനകൾ ഒന്നും നൽകുന്നില്ല അല്ലെ. എന്നാൽ പാഴുതറ എന്ന ഗ്രാമത്തിലെ ഓരോ കുടിലുള്ളവരുടെയും വിഹുലതകളും നിലവിളികളും ഏതോ അത്യാഹിതത്തിന്റെ സൂചനയാണ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് അല്ലെ. പിന്നെ ജയിലിൽ നിന്നും വന്ന മഞ്ഞ കടലാസ് കിട്ടിയപ്പോഴാണ് വെള്ളായപ്പൻ ജയിലിലേക്ക് പോയ മകന്റെ അടുത്തേക്ക് അല്ലെ വെള്ളായപ്പൻ എന്ത് ചെയ്യുന്നത്, തനിച്ചു പോകുന്നത് അല്ലെ. വെള്ളായപ്പന്റെ കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര ആർക്കു വേണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്, പാഴുതറയുന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു അല്ലെ. ഗ്രാമവാസികൾ മുഴുവൻ അല്ലെ പണം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പോകുമായിരുന്നു എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ ഇതെല്ലാം എന്താണ്, വെള്ളായപ്പനോടുള്ള അല്ലെങ്കിൽ കണ്ടുണ്ണിയോടുള്ള ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആ ഒരു സ്നേഹമാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. വീട്ടിൽ നിന്നും നിലവിളി അല്ലെ, ഉയർന്ന നിലവിളി കണ്ടുണ്ണിയെ ഓർത്തുള്ളതാണ്. ആ നിലവിളി എന്താണ്, അടക്കാനാവാത്ത ദുഃഖത്തിന്റെ രൂപത്തിൽ ഗ്രാമവാസികളിലെല്ലാം എന്ത് ചെയ്തിരിക്കണോ, അലിഞ്ഞ് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ എന്താണ് വെള്ളായപ്പന്റെ പുറപ്പെട്ടു പോകുമ്പോഴുള്ള ഈ കരച്ചിൽ, കൂട്ട നിലവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെള്ളായപ്പനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും കണ്ടുണ്ണി എന്ന് പറയുന്ന നിരപരാധിയായിട്ടുള്ള മകനോടുമുള്ള ആ ഗ്രാമത്തിന്റെ സ്നേഹ കൂടുതൽ കൊണ്ടാണ് അല്ലെ, ആ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ മുറുകി അല്ലെ. ട്രെയിനിൽ യാത്ര പോകുന്ന സമയത്ത് വെള്ളായപ്പൻ ആളുകൾ സംസാരിക്കും അല്ലെ, ഒരു അപരിചിതൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. കാരണം അപ്പൊ അയാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊലക്കയർ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് മുറുകുന്നത് പോലെ ആർക്ക് ഫീൽ ചെയ്യുന്നടാ, വെള്ളായപ്പന് ഫീൽ ചെയ്യാണ് അല്ലെ. പിന്നെന്താ പറയുന്നത്, അപരിചിതന്റെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി മാറി. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും വരിഞ്ഞു മുറുകി. ഇത്തരം ആഖ്യാനത്തിലൂടെ തെളിയുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഉപമകളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശ്വാസം മുട്ടുന്ന അല്ലെ, കഴുത്ത് ഞെരിയുക, ശ്വാസം മുട്ടുക അല്ലെ, മരണം. അപ്പൊ ഇതൊക്കെ ബിംബങ്ങളാണ് അല്ലെ. അപ്പൊ മകനെ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന മകനെ കാണാൻ പോകുന്ന ഒരു പിതാവിന്റെ മാനസികാവസ്ഥയാണ് നമ്മൾ ആലോചിക്കണം അല്ലെ. അപ്പൊ ആ മകന്റെ അവസ്ഥയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോന്നും അല്ലെ, ഓരോ കാര്യങ്ങളും ആർക്ക് അനുഭവപ്പെടുന്നത്, വെള്ളായപ്പന് അനുഭവപ്പെടുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഒരു അപൂർണമായിട്ടുള്ള മാധ്യമമാണ് അല്ലെ. ഇപ്പൊ എനിക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടെന്ന് വിചാരിക്കുക, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അത് എനിക്ക് കൂടിപ്പോയാൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും അല്ലെ, എന്റെ ഹൃദയത്തിന് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറയാൻ പറ്റും. അല്ലാതെ അതിന് എത്രത്തോളം വേദനിക്കുന്നു എന്ന് എനിക്കൊരു ഭാഷയിലൂടെയും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ചിലതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമാണ് അല്ലെ, അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലെ. അനുഭവിക്കുന്ന അതേ തീവ്രതയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറ്റൊരാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അപൂർണമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വകകളൊന്നും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഭാഷ കൊണ്ട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഇവിടെ വെള്ളായപ്പന് അനുഭവപ്പെടുന്ന ആ തീവ്രമായിട്ടുള്ള ദുഃഖമാണ്, ആരോടും മിണ്ടാനും പറയാനൊന്നും വയ്യ അദ്ദേഹത്തിന് അല്ലെ. അപ്പൊ അപരിചിതരായിട്ടുള്ള ആളുകളുടെ സംഭാഷണമൊക്കെ എന്ത് ചെയ്യാണ്, ഒരു കൊലക്കയറായിട്ട് അല്ലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. മാത്രമല്ല തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട മകന്റെ അവസ്ഥ ഓർത്തിരിക്കുന്ന വെള്ളായപ്പനാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ദുഃഖത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതും അത് തന്നെ ഓർമ്മിപ്പിക്കുന്നതുമായിട്ടുള്ള ഏത് സംഭാഷണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപരിചിതരുടെ സംഭാഷണങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു കൊലക്കയറിനെ പോലെ അല്ലെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി മുറുക്കുന്നതായിട്ട് ആർക്ക് അനുഭവപ്പെടുന്നത്, വെള്ളായപ്പന് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ഇനി ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പല പരീക്ഷകൾക്കും ഇപ്പോ സ്റ്റേറ്റ് സിലബസിലും എന്തുണ്ട്, 10ാം ക്ലാസ്സിൽ കടൽ തീർത്ത് പഠിക്കാനുണ്ട്, മക്കൾക്കും പഠിക്കാനുണ്ട് അല്ലെ, CBSE പഠിക്കാനുണ്ട്. അപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുവരുന്ന റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഏത്, പൊതിച്ചോറ് അല്ലെ. പൊതിച്ചോറിന് കഥയില് സവിശേഷമായ സ്ഥാനമുണ്ട്. കഥ വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട്
പ്രതികരിക്കുക അല്ലെ. അപ്പൊ പൊതിച്ചോറ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലെ. ഇങ്ങനെ വാഴയിലയിൽ ചോറൊക്കെ പൊതിഞ്ഞ് അതിൽ പലതരം ചമ്മന്തിയും പൊരിച്ച മീനും അല്ലെ, ഉപ്പേരിയും കറികളും മുട്ട പൊരിച്ചതും അങ്ങനെ അങ്ങനെ അത് അടച്ചു വെച്ച് അത് ഉച്ച സമയത്തൊക്കെ തുറന്ന് കഴിക്കുമ്പോൾ ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ് അല്ലെ. അപ്പൊ ആ പൊതിച്ചോറിന്റെ ടേസ്റ്റോ രുചിയോ അതിന്റെ ആ ഒരു നൊസ്റ്റാൾജിക് സാധനം ഒന്നും അല്ല ഇവിടെ വരുന്നത്, നമ്മളുടെ കഥയിലുള്ള പൊതിച്ചോറ് എന്ന് പറയുന്ന സങ്കല്പത്തിന് വരുന്നത് കേട്ടോ. കഥയിൽ എങ്ങനെയാണ് പൊതിച്ചോറ് എന്തായിട്ടാണ് മാറുന്നത് അല്ലെ. മകനെ കാണാൻ വേണ്ടി, അതായത് മരിക്കാൻ അല്ലെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന കണ്ടുണ്ണിയെ കാണാൻ വേണ്ടി കണ്ണൂരിലേക്ക് വണ്ടി കയറുന്ന വെള്ളായ്യപ്പന്റെ കയ്യിൽ ആര് കൊടുത്തയക്കുകയാണ് പൊതിച്ചോറ്? അദ്ദേഹത്തിന്റെ കോടച്ചി എന്നാണ് പറയുന്നത് കേട്ടോ, ഭാര്യ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ എന്താ കൊടുത്തയക്കുന്നത്? ഒരു പൊതിച്ചോറ് അല്ലെ, പോകുന്ന വഴിയിൽ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അല്ലെ. പക്ഷെ വെള്ളായ്യപ്പൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്ന വഴിയിലൊന്നും അത് കഴിക്കാൻ സാധിക്കുന്നില്ല അല്ലെ. ആ ചോറും എന്ത് ചെയ്യാണ്, പൊതിഞ്ഞു കെട്ടി അല്ലെ. പൊതിഞ്ഞു കെട്ടുന്ന സമയത്ത് അമ്മ കരഞ്ഞിരുന്നു, കോടച്ചി കരഞ്ഞിരുന്നു, ആ കണ്ണീർ നനവ് അല്ലെ ആ പൊതിച്ചോറിനെ നനച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. യാത്രയിലുടനീളം അല്ലെ ആ പൊതിച്ചോറ് ആരുടെ കൂടെ ഉണ്ടായിരുന്നു? വെള്ളായ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, ഒരുപാട് ദൂരം പോണം. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, ആ പൊതിച്ചോറ് അഴിച്ച് അല്ലെ ഒരു ഉരുള എടുത്ത് കഴിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? വെള്ളായ്യപ്പന് സാധിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി പൊതിഞ്ഞ ചോറ് മകന് നൽകാൻ ആര് ശ്രമിക്കുകയാണ്? ആ സ്നേഹസമ്പന്നനായിട്ടുള്ള അച്ഛൻ അതിനു വേണ്ടി മാറ്റി വെക്കുകയാണ് കേട്ടോ. അത്രമേൽ ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്ത് ചെയ്യുന്നത് അതിലൂടെ വ്യക്തമാണ്. പക്ഷെ ചോറ് എന്ത് ചെയ്യുന്നു, കുറെ സമയം കഴിയുമ്പോൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അല്ലെ, ആ ചോറ് ചീത്തയായി പോയിരുന്നു. നിർഭാഗ്യവാനായ അച്ഛന്റെ ധർമ്മസങ്കടം ഇവിടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ പൊതിച്ചോറിലൂടെ. മകന്റെ അല്ലെ ദാഹത്തിന് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവന്റെ ബലിച്ചോറായിട്ട് അല്ലെ, ചില വിശ്വാസപ്രകാരം അങ്ങനെ ബലിച്ചോറൊക്കെ നൽകും അല്ലെ. അപ്പൊ എന്താണ് മരണശേഷം, അപ്പൊ അങ്ങനെ ഒരു ബലിച്ചോറായിട്ട് കാക്കകൾക്ക് അല്ലെ എന്താണ് സമർപ്പിക്കുന്ന ഈ പാഥേയം എന്ത് ചെയ്യുന്നു, ഒരു നിസ്സഹായന്റെ നിലവിളി പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. പൊതിച്ചോറ് വിശപ്പകറ്റാൻ ഉപയോഗിച്ച കാലം ഗ്രാമവിശുദ്ധിയുടെ അടയാളം കൂടിയാണ് അല്ലെ. സ്നേഹത്തിന്റെയും കരുതലിന്റെയും വെളിച്ചമായി നിൽക്കാൻ അതിന് കഴിയുന്നുണ്ട് എന്ന് പറയുന്നു. ഈ പാഠത്തിന്റെ അവസാനത്തിലും എന്താണ്, പൊതിച്ചോറ് അല്ലെ, ബലിച്ചോറ് എന്താണ്, ഈ പൊതിച്ചോറ് ബലിച്ചോറായി പരിണമിക്കുന്നത് അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത്ര മനോഹരമായിട്ടുള്ള എന്നുവെച്ചാൽ മനോഹരം എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ ഭാഷ കൊണ്ട് അല്ലെ ഒരു സാഹിത്യകൃതി നമ്മളെ എന്ത് ചെയ്യാണ്, ഭാവാത്മകമായിട്ടല്ലേ അത് യഥാർത്ഥ രീതിയിൽ അല്ലെ അതിന്റെ ഭാഷ കൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ കണ്ണ് നനയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് നമ്മൾ ഹൃദയം കൊണ്ട് വായിക്കുന്ന ഓരോ ആളുകൾക്കും എന്ത് ചെയ്യുന്നു അല്ലെ, വായിച്ച ആളുകൾക്ക് അറിയാം, നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ അതന്നെയാണ് ഒരു എഴുത്തുകാരന്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കഥകളിൽ, ചെറുകഥകളിൽ ഒന്നാണ് ഇത് നമ്മളുടെ അല്ലെ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ. അപ്പൊ അതിന്റെ ഡോക്യുമെന്ററി ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബില് കടൽ തീരത്ത് നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. വെള്ളായ്യപ്പനെയും കണ്ടുണ്ണിയും ഒക്കെ ഒരു ഡോക്യുമെന്ററി ആയിട്ട്, ഷോർട്ട് ഫിലിം ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പൊ നമുക്കിനി ഒരു പാഠമായിട്ടൊക്കെ വരാം. എപ്പോഴും ടീച്ചർ പറയുന്ന പോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി എന്തെങ്കിലും വേണമെങ്കിലും ഒക്കെ, അപ്പോഴല്ലേ ടീച്ചർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഇനി ഏത് പാഠാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതാണ് ഇനി കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെ മലയാളത്തെ കൂടെ നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കുക. കാരണം പലപ്പോഴും നമുക്ക് അല്ലെ മലയാളം അല്ലേ എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിന്റെ പേരിൽ നമുക്ക് പലപ്പോഴും എവണ്ണം അല്ലെ നല്ല ഗ്രേഡും മാർക്കും ഒക്കെ നഷ്ടപ്പെടുന്നത് പലപ്പോഴും മലയാളത്തിലാണ്. ബാക്കിയുള്ള സബ്ജക്റ്റ് നമുക്ക് പേടിയായിരിക്കും അല്ലെ. നമ്മൾ ഇരുന്ന് പഠിക്കും, മലയാളം അല്ലേ എന്നത് കരുതി നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ അതിന് മാർക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പൊ അതിനും കൂടെ പ്രാധാന്യം കൊടുക്കണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഉഷാറായിട്ട് പഠിക്കണം. ടീച്ചറും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതൊക്കെ പാഠം വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യണം. നല്ല ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ടീച്ചർക്ക് അറിയുള്ളൂ. അപ്പൊ ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.